എന്നെ രക്ഷിക്കണം, മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല. ഈ യൂട്യൂബർമാരുടെ നിരന്തരമായ സൈബർ ആക്രമണത്തിൽ മനോവിഷമം സഹിക്കാൻ കഴിയാതെ മുഖ്യമന്ത്രിക്ക് അപേക്ഷയുമായി എത്തിയിരിക്കുകയാണ് സീരിയൽ താരം രേഖ രതീഷ്. ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 8-9 മാസങ്ങളായി ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ്. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബർമാർ എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഇടക്കാലങ്ങളിലായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എൻ്റെ മകന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. പക്ഷേ ഈ യൂട്യൂബർമാർ കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതാവുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബർമാർ തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എൻ്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആളുകളെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട്. ദയവ് ചെയ്ത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, കൂടെയുള്ള എൻ്റെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. ഇതാണ് രേഖ രതീഷ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത്. പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, പലരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പരാതിയാണ്. സമൂഹ മാധ്യമങ്ങൾ തോന്നിയതുപോലെ ഉപയോഗിക്കാനും എന്ത് തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പോവാനും ഇവന്മാർക്ക് ലൈസൻസ് ആര് കൊടുത്തു? ഇങ്ങനെ ചെയ്യുന്നവന്മാരെ പിടിച്ചകത്തിടുവാൻ ഇവിടെ നിയമം കൊണ്ടുവരണം. ഒരാളെ വിമർശിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, കുറ്റപ്പെടുത്താം. പക്ഷെ പരിഹസിക്കാനോ അധിക്ഷേപിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഇവിടെ നിയമമില്ല. ഈ നിയമങ്ങൾ കയ്യിലെടുക്കുന്ന ആരെയും വെച്ച് പൊറപ്പിക്കരുത്. ഇതുമൂലം എത്രയോ ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. ഇതൊന്നും താങ്ങാനാകാതെ ജീവനൊടുക്കിയവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടിക്കൂടി വരികയും ഇതിനൊരു നിയന്ത്രണം ഉണ്ടാക്കണം. സർക്കാർ നടപടിയെടുക്കണം.